ഇതാണ് കേട്ടോ വിയറ്റ്നാം സൂപ്പർ ലല്ലി എന്ന് പറയുന്ന നമ്മുടെ ചക്ക. കാരണം വർഷം മുഴുവനാണ് ഈ ഒരു പ്ലാവുമ്മൽ ചക്ക ഉണ്ടാകുന്നത്. വർഷം മുഴുവൻ നമുക്ക് ഒരു സീസണിലല്ലേ നമ്മൾ നാടൻ പ്ലാവിൻ്റെ നിന്നൊക്കെ ചക്ക കിട്ടൽ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് അപ്പോഴും ഒരുപാടുണ്ടാവും. അതിൽ പകുതി ഉപയോഗിക്കില്ല, കുറച്ചെന്തെങ്കിലും ഉപയോഗിച്ചെങ്കിൽ ആയി. ബാക്കി കുറച്ചൊക്കെ അങ്ങനെ ചീഞ്ഞ് കൊഴിഞ്ഞു പോകും. കുറച്ചൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലുള്ള ചക്കൻ്റെ ഒരു രീതികൾ അല്ലേ. നാടൻ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വലിയതാവും, എന്നിട്ട് ആകാശം മുട്ട വളർന്നുകൊണ്ട് അടിയുള്ള ചക്കയ്ക്ക് നമ്മൾ ഉപയോഗിക്കുള്ളൂ. മുകളിലുള്ള തോട്ടി കെട്ടിയാൽ വരെ കിട്ടാത്ത അത്രയും ഉയരത്തിലാവും വലിയ വലിയ ചക്കകളൊക്കെ കായ്ച്ച് കിടക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ചക്ക ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ചക്ക ഉണ്ട്, വീട്ടിലൊക്കെ നിറയെ ചക്ക ഉണ്ട്. പക്ഷെ കിട്ടാൻ വഴിയില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ വിയറ്റ്നാം സൂപ്പർ ലല്ലി പറഞ്ഞ ഈ ഒരു പ്ലാവ് വെച്ചാൽ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാരണം അത് ഉയരം വെക്കുന്നില്ല തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഗുണം. പിന്നെ അതുമല്ല, പെട്ടെന്ന് ഇപ്പോൾ ഒരു പുതിയ വീട് വെച്ചാലോ അല്ലെങ്കിൽ പുതിയ വീട് വെച്ചില്ലെങ്കിലും നമുക്ക് ചക്ക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പഴമാണ് ചക്ക. ഈ ചക്ക ഇഷ്ടപ്പെടാത്തതായിട്ട് ആരെയുണ്ടെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ചക്ക ഉണ്ടായാൽ തന്നെ നമുക്ക് തോരനായിട്ട് ഇടിച്ചക്കായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ അത് പുഴുക്കായിട്ടും കൂട്ടാനായിട്ട്, നമ്മളവിടെ കൂട്ടാനെന്നാണ് പറയുക, അപ്പോൾ കൂട്ടാനായിട്ടും ഇനിയിപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ പഴമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ കുരു ഉപയോഗിക്കാം. ചക്കക്കുരുവൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേ കൊല്ലം വരെ പിന്നെ ആ ചക്കൻ്റെ കാലം വരെ നിൽക്കണം. അതിൻ്റെ കുരു എടുത്ത് വെച്ച് ഉപയോഗിക്കലാണ് കേടുവരാക്കാൻ. ഈ ഒരു വീട്ടിൻ്റെ സൂപ്പർ ലല്ലി വെക്കണോണ്ട് ഇങ്ങനൊന്നും ആവശ്യമില്ല. കാരണം ഫസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ചക്കകളാവും, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ ഇപ്പോൾ ഒക്കെ കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു ചക്ക ആ ഒരു പിന്നെ പ്ലാവുമ്മ ഉണ്ടാവും. നമ്മൾ വിരലിൻ്റെ വണ്ണ ആകുമ്പോഴേക്കന്നെ ചില മരത്തുമ്മലൊക്കെ ചക്ക കായ്ച്ചു തുടങ്ങും. അത്രയും ചെറുപ്പത്തിൽ ഈ ഒരു പ്ലാവുമ്മ ചക്ക കായ്ച്ചു തുടങ്ങും. അത് നമുക്ക് ഒരു വലിയൊരു കിട്ടൽ തന്നെയല്ലേ. ആദ്യമൊക്കെ ഈ ഒരു പ്ലാവ് വിദേശത്ത് വന്നില്ലേ, ഇത് ഈ വിയറ്റ്നാം സൂപ്പർ ലല്ലി ഇപ്പോൾ കുറച്ചായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട്. അതിന് ശേഷം ഇപ്പോൾ അധികം പേരും വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചക്ക കഴിക്കാനും പെട്ടെന്ന് ചക്കൊക്കെ തിന്നാനൊക്കെ ആഗ്രഹമുള്ള ഒരാൾ, പിന്നെ വർഷം മുഴുവൻ ചക്ക കിട്ടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വിയറ്റ്നാം സൂപ്പർ ലല്ലി പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി വെച്ചോ. കാരണം ഒരു പേടിയും പേടിക്കണ്ട, പെട്ടെന്ന് കായ്ക്കും. കുറച്ച് വലിയ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ ചക്ക ഉണ്ടാവും, ഷുവറാണ്, ഉറപ്പാണ്. കാരണം കായ്ച്ചിരിക്കും, പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ സൂപ്പർ ലല്ലി പറയുക. അപ്പോൾ നഴ്സറികളിലൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ തൈകൾ. അപ്പോൾ നമ്മൾ അവിടെ പോയി ചോദിക്കണം, വിയറ്റ്നാം സൂപ്പർ ലല്ലി പറഞ്ഞ തൈ ഉണ്ടോയെന്ന് നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി ചോദിച്ച് വാങ്ങിച്ച് വീട്ടുവളപ്പിൽ വെക്കുക. കുറച്ച് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട് വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇടയ്ക്ക് വളം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വളർച്ച പെട്ടെന്നാവും. പെട്ടെന്ന് വളർന്ന് വെച്ചാൽ ആകാശമുട്ട വളർന്ന് വലുതാവുന്നല്ല, പെട്ടെന്ന് നല്ല ബുഷായിട്ട് വളർന്ന് നല്ല പച്ച കളറുള്ള നല്ല മിൻസുള്ള ഒരു ഇലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ വളം ചെയ്യുന്ന ചെടികളും വളം ചെയ്യാത്ത ചെടികളും നല്ല വ്യത്യാസമുണ്ട്. ഏത് പ്ലാന്റ് ആണെങ്കിലും വളം ചെയ്യുന്ന ചെടികൾ ഒരു പച്ചപ്പും ഒരു തിളക്കൊക്കെ ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ നല്ല പ്രോട്ടീനും നല്ല കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകൾ വേറെ അറിയും. പക്ഷെ ഒന്നും കഴിക്കാതെ ഉണങ്ങി ചുങ്ങി നടക്കുന്നവരും ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ പ്ലാന്റുകളുടെ അവസ്ഥയും. ഇടയ്ക്ക് വളം ചെയ്താൽ അത്രയും നല്ലത്, കാണാനും നല്ല ഭംഗിയുണ്ടാവും, ചക്കകളും കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ അത്രയും ചെറുപ്പത്തിൽ കായ്ക്കണോണ്ട് തന്നെ നിങ്ങൾ വെച്ച് 6 മാസത്തെ തൊട്ട് തന്നെ ചിലപ്പോൾ കായ്ച്ചു തുടങ്ങും. അപ്പോൾ ഒന്ന് ഫുള്ള് ചക്കൊന്നും കഴിയുമ്പോൾ വെച്ച് അതിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അത്രയും ചെറിയ പ്രായത്തിൽ അതിന് അത്രയും ഭാരം കൊടുക്കാതിരിക്കുക. അത് പെട്ടെന്ന് അപ്പം ആരോഗ്യകരമായി വളർച്ചയൊക്കെ ബാധിക്കാൻ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ചക്ക നിങ്ങൾക്കൊരു ആഗ്രഹത്തിന് വേണ്ടി ഒരു ചക്ക വെക്കുക ഫസ്റ്റ് വർഷങ്ങളിൽ. പിന്നെ കുറച്ചിങ്ങനെ കഴിഞ്ഞതനുസരിച്ച് 2 or 3 ചക്കകളൊക്കെ വെച്ച് തുടങ്ങുക. അപ്പോഴേക്ക് ആ മരം ഒന്ന് കുറച്ച് തടിയും മണ്ണൊക്കെ വെച്ച് ഒന്ന് മെച്ചോർഡായി കിട്ടും ആ മരം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് 5-6 ചക്കൊക്കെ വെച്ച് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ആദ്യ വർഷങ്ങളിലൊക്കെ ഇടിച്ചക്കായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ മതി. എന്നാൽ പിന്നെ ചക്കായിട്ട് പിന്നെ ഉപയോഗിച്ചിക്കാണ്ട് കളയും വേണ്ട. നമുക്ക് അത് ഇടിച്ചക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഉപയോഗപ്രദമായി അങ്ങനെയും ചെയ്യാം. ഫുള്ള് ചക്കതിമ വെച്ച് കണ്ട് അതിനെ ഉപദ്രവിക്കാതിരിക്കുക ഫസ്റ്റ് വർഷങ്ങളിൽ. പിന്നെ അതൊരു 3-4 കൊല്ലമൊക്കെ കഴിയുമ്പോൾ
അത് കുറച്ചൊക്കെ തടി മണ്ണൊക്കെ വെക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചക്കൊക്കെ വെക്കാം. പിന്നെ 2 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ കയ്യിലുള്ള വളം എന്താണോ അതൊക്കെ ഇട്ട് കൊടുക്കണം, നല്ലതാണ് അതിൻ്റെ ഒരു ആരോഗ്യത്തിനും. പിന്നെ വർഷത്തിലൊരിക്കലല്ലല്ലോ പിന്നെ ഇതിൽ ചക്ക ഉണ്ടാണ്, അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് വളം ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിലും അത് കായ്ച്ചിരിക്കും, അതിൻ്റെ ഒരു കടമ നിർവഹിക്കും. പക്ഷേ അപ്പോൾ നമ്മളെ കടമ നമ്മൾ നിർവഹിക്കുക. കാരണം നമ്മളൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ വളം ചെയ്ത് കൊടുത്താൽ അത് അത്രയും നല്ലതാണ്, കൂടുതൽ ചക്ക ഉണ്ടാവുന്നതിനും. പിന്നെ ആ പ്ലാവ് കൂടുതൽ കാലമൊക്കെ നിലനിൽക്കുന്നതിൻ്റെയൊക്കെ ആവശ്യം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വെള്ളപ്പോലുള്ള സ്ഥലത്ത് വെക്കരുത്. പിന്നെ വെള്ളം അതിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കുകയും ചെയ്യരുത്. കാരണം പെട്ടെന്ന് പൂപ്പൽ ഫംഗസൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു പ്ലാവ്. കാരണം നാടനല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗം വരും, പെട്ടെന്ന് പൂപ്പൽ വരും, ഇലക്കെ കൊഴിഞ്ഞ് അത് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം കെട്ടിക്കുന്ന സ്ഥലത്തോ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലത്തോ കുഴിച്ചിടാതിരിക്കുക. ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിക്കണമെന്ന് കുഴപ്പമില്ല, പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത്, ഡ്രൈ ആയി നിൽക്കണം അങ്ങനെയുള്ള സ്ഥലത്ത്. പിന്നെ ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, നിങ്ങൾക്കത് കുറേ സ്ഥലം പോവില്ല. ഈ ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ആട്ടോ ഈ ഒരു വിയറ്റ്നാം സൂപ്പർ ലില്ലി പറഞ്ഞ ഈ ഒരു വെറൈറ്റി. സ്ഥലം കുറവുള്ളവർക്കാണ് കൂടുതൽ ലോട്ടറി അടിച്ച മാതിരി ഈ ഒരു പ്ലാന്റ് നമ്മളെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. കാരണം സ്ഥലം ഇല്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ എത്രയും വെക്കാം, എത്രയും പ്ലാന്റ് വേണമെങ്കിലും വെക്കാം. അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥലം മതിയല്ലോ, ഒരു ഡ്രമ്മിന് പറഞ്ഞാൽ എത്ര കുറച്ച് സ്ഥലം മതി, അത്ര പോകുള്ളല്ലോ സ്ഥലം. അപ്പോൾ ഡ്രമ്മിലൊക്കെ വെച്ചാലും നല്ല സൂപ്പറായിട്ട് കായ്ക്കും. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചക്ക കായ്ക്കും. ഒരുപാട് നശിച്ചു പോകാനുണ്ടാവില്ല എന്നുള്ളൂ, പക്ഷെ ആവശ്യത്തിനുണ്ടാവും ചെയ്യും. മറ്റേത് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന മരത്തിൻ്റെ അവസ്ഥ എന്താ, ഒന്നായിട്ട് അങ്ങോട്ട് ഇനിയിപ്പോൾ മാങ്ങയ്ക്ക് കായ്ക്കണം, മാങ്ങയ്ക്ക് അങ്ങനെ തന്നെ അല്ലേ, എത്രയാണ് ഒരുപാട്